Hi friends, welcome to SHAHNAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാടൻ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ ഈ ഒരു മാങ്ങ വെച്ചാണ് ഞാനിപ്പോൾ അച്ചാർ ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതാ ഞാനിപ്പോൾ നമ്മുടെ മാങ്ങ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് കടുമാങ്ങ അച്ചാറിടാമെന്നാണ്. പക്ഷെ നോക്കുമ്പോൾ ഇതിൻ്റെ അണ്ടിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കടുമാങ്ങ അച്ചാറിടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് ചെത്തി എടുത്തിട്ട് അച്ചാറിടാം. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ ഇരിക്കട്ടെ. ഇതിനേക്കുള്ള ബാക്കി പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതാ ഇപ്പം നമ്മുടെ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഉപയോഗിച്ച് അച്ചാറിടുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ നല്ലെണ്ണ ഉപയോഗിച്ച് അച്ചാറിടുമ്പോഴാണ് ആ കറക്റ്റ് നാടൻ ടേസ്റ്റ് കിട്ടുന്നത്. ഇതാ ഇപ്പോൾ നമ്മുടെ നല്ലെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊന്നും ഇല്ലാണ്ട് അച്ചാറിട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അച്ചാറിന്. ഞാൻ ഇതുപോലൊരു മീനച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ പോയി കണ്ടേക്കുക. ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പാനിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മുമ്പ് ഒരു അമ്പഴങ്ങ അച്ചാറുണ്ടാക്കുന്ന റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ഒന്ന് പോയി നോക്കിയേക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇടുക. ഉപ്പൊക്കെ പിടിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഇത് കുറച്ച് കുറവാണെന്നാണ്. അപ്പോൾ ഇത്രയും ഇടുന്ന കണ്ടിട്ട് ആരും ഇത് കൂടുതലാണെന്ന് വിചാരിക്കേണ്ട. അവർക്ക് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിരിക്കും. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുളക് പൊടിയുടെ ആ പച്ചമണം ചെറുതായി ഒന്ന് പോകണം. ഫ്ലെയിമൊക്കെ ലോയിൽ തന്നെ വെച്ചേക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള സുർക്ക ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2.5 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ഇടുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. നമ്മുടെ അച്ചാറിന് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇടുന്നത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാലയൊക്കെ നമ്മുടെ മാങ്ങയിൽ പിടിക്കുന്ന വിധത്തിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉലുവയുടെ പൊടിയാണ്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ ടേസ്റ്റായ മാങ്ങ അച്ചാറിവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.